ഹായ്, ഇതെന്റെ മോർണിംഗ് ഡ്രിങ്ക് ആണ്. ഉലുവയും കറുവപ്പട്ടി എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. ഞാൻ എല്ലാ ദിവസവും മോർണിംഗ് ഇതാണ് കുടിക്കാറ്. അതിനുശേഷം ഞാൻ ആക്ച്വലി ഇന്ന് ഫ്രൂട്ട്സ് ഇൻടേക്ക് എടുക്കാന്നാണ് വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പഴം ഫുൾ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് റീസൺ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷിഫ്റ്റിൽ ഇരിക്കുമ്പോഴും കഴിക്കാൻ കുറച്ചും കൂടി ഈസിലി ആയി പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേരയ്ക്കാണ്, നാടൻ പേരയ്ക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ പേരയ്ക്ക കഴിക്കുമ്പോൾ സ്റ്റൊമക്ക് കുറച്ച് അപ്സെറ്റ് ആവാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓൾമോസ്റ്റ് കടയിൽ പോകുമ്പോൾ നാടൻ പേരയ്ക്കയാണ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാറുള്ളത്. ഇതും ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിന്റെ റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. കാരണം ഷിഫ്റ്റിൽ ഇരിക്കുമ്പോഴായാലും എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഈസിലി പറ്റുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. അല്ലാത്തതാണെങ്കിൽ കടിച്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മീറ്റിംഗ്സ് ഉണ്ടാവും, അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളം വാങ്ങി വെക്കാം. അതായത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വാങ്ങിച്ചെടുത്ത് വെക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ അതൊന്ന് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. സ്ട്രെയിൻ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉലുവയും അതുപോലെ തന്നെ പട്ടിയെല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് സ്ട്രെയിൻ ചെയ്തില്ലെങ്കിൽ ഇത് കടിക്കാൻ വേണ്ടി കിട്ടും. അതെനിക്ക് അത്ര ഇഷ്ടമല്ല. ചില സമയത്ത് ഞാൻ ഇങ്ങനെ കടിച്ച് തിന്നാറുണ്ട്. പക്ഷെ നോർമലി വെള്ളമാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആക്ച്വലി മുട്ടയില്ലേ, മുട്ട എനിക്ക് ആക്ച്വലി ബുൾസൈ ആയിട്ട് എടുക്കണമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പ്രോട്ടീനും കാര്യങ്ങളെല്ലാം ചെല്ലണമല്ലോ. കാരണം വിശക്കുമല്ലോ. ഇനി കൂടുതൽ വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസ് കയറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സ്റ്റൊമക്ക് ഫിൽഡ് ആയിരിക്കണം എപ്പോഴും. മോർണിംഗിൽ പ്രത്യേകിച്ച് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് കുരുമുളക് പൊടി മാത്രം ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കുരുമുളകും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം കൂടുതൽ ഇട്ടിട്ട് വെറുതെ നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. മുട്ടയുടെ ഫ്ലേവർ എല്ലാം അല്ലെങ്കിൽ പോവും. അതിലും നല്ലത് ഈ ഫ്ലേവർഫുള്ളോട് കൂടിയിട്ട് ഈ മുട്ട ഇങ്ങനെ കഴിക്കുന്നതാണ്. ഞാൻ അതിനുശേഷം അത് മുട്ട എടുത്തിട്ട് ഞാൻ പാത്രത്തിലോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട എടുക്കുമ്പോൾ എപ്പോഴും വരാതിരിക്കാറുണ്ട്. സോ ദാറ്റ് അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയാണ് എടുത്തിട്ട് ഇടുന്നത്. അങ്ങനെ ആ പരിപാടി അവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഫ്രൂട്ട്സും മുട്ടയും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കണ്ടേ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരുന്ന് ഹോളിലിരുന്നാണ് ഞാൻ നോർമലി കഴിക്കാറ്. അല്ലെങ്കിൽ പിന്നെ ഷിഫ്റ്റിലൊക്കെ ആണെങ്കിൽ ലാപ്പിന്റെ ഫ്രണ്ടിലിരുന്ന് തന്നെ കഴിക്കും. ലാപ്പിൽ വീഴാതെ നോക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ നൈസായി കഴിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഭയങ്കര കൂടുതലാണെന്നുള്ളത്. ഞാൻ ചായ ഒന്നും രാവിലെ അങ്ങനെ കുടിക്കാറില്ല. കാരണം എനിക്ക് ഇഷ്ടമല്ല. ലൈക്ക് ഈ വെള്ളം ആവുന്ന സമയത്ത് നമ്മളുടെ പീരീഡ് പെയിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര ആശ്വാസം കിട്ടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക്ക് എപ്പോഴും ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കും. കാരണം നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങളെല്ലാം ഫുൾ ഹെൽത്തി ഫുഡൊന്നല്ലല്ലോ കഴിക്കുന്നത്. എപ്പോഴും കഴിക്കുന്നത് ജങ്ക് ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻടേക്ക് എടുക്കുന്നതിൽ ഓൾമോസ്റ്റ് വരുന്നത്. പരമാവധി ജങ്ക് ഫുഡ് ഒഴിവാക്കാൻ വേണ്ടി നോക്കാറുണ്ട്. അതാണ് കുറച്ചുകൂടെ നല്ലത്. അതിനുശേഷം ഞാൻ എൻ്റെ വർക്കിലോട്ട് തിരിച്ച് കയറുകയാണ്. ഷിഫ്റ്റ് കയറിയേ പറ്റുള്ളൂ. ഒരു സ്റ്റക്കി ആയി പോയില്ലേ, വേറെ ഒന്നും ചെയ്യാൻ